ഈ വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ പല രക്ഷിതാക്കളും കാണേണ്ടതാണ്. അതും ഫുൾ A+ ഉണ്ടെങ്കിലോ? അപ്പോൾ ഇതുവരെ കിട്ടാത്തവരോ? കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഫുൾ A+ ഉണ്ട്. ഈ 3 അലോട്ട്മെന്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് ഫുൾ A+ വാങ്ങിയിട്ട് +1 എനിക്കിഷ്ടപ്പെട്ട കോഴ്സോ എനിക്കിഷ്ടപ്പെട്ട സ്കൂളിലോ സീറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. പത്താം ക്ലാസ്സിൽ ഫുൾ A+ നേടിയിട്ടും +1 ഇതുവരെ സീറ്റ് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ വിദ്യാർത്ഥിയുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ പല രക്ഷിതാക്കളും കാണേണ്ടതാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഫുൾ A+, 9A+, 8A+ അർഹതപ്പെട്ട മാർക്ക് പോലും നേടിയിട്ട് നിലവിൽ ഇഷ്ടപ്പെട്ട സ്കൂളോ ഇഷ്ടപ്പെട്ട കോഴ്സോ കിട്ടാത്ത നിരവധി പേരുണ്ട്. കിട്ടിയവർ പോലും തൃപ്തരല്ല കിട്ടിയ സ്കൂളുകളിലും കിട്ടിയ കോഴ്സുകളിലും. അപ്പോൾ ഇതുവരെ കിട്ടാത്തവരോ? അതും ഫുൾ A+ ഉണ്ടെങ്കിലോ? അത്തരമൊരു സ്റ്റുഡൻ്റാണ് എൻ്റെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടി. ഫുൾ A+ നേടി രക്ഷിതാക്കളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി കഴിഞ്ഞു. 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും സീറ്റ് കിട്ടിയിട്ടില്ല. എന്തായിരിക്കും റീസൺ? ഇനി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണ് ഷഹീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഈ പാരൻസിനോട് പറയാനുള്ളത്? കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഫുൾ A+ ഉണ്ട്, പിന്നെ ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ കിട്ടും ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. ഈ 3 അലോട്ട്മെന്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. കുറേ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഫസ്റ്റ് കൊടുത്തത്. എന്നോട് എല്ലാവരും പറഞ്ഞത് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് +1 ഇനി മുന്നോട്ടുള്ള ജീവിതം നല്ലോണം കൊണ്ടുപോകാൻ കഴിയൂ. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പഠിക്കണമെങ്കിൽ നല്ല മാർക്ക് വേണം, +1 നല്ല സീറ്റ് വേണമെങ്കിൽ നല്ല ഫുൾ A+ വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ച് ഫുൾ A+ വാങ്ങിയിട്ട് +1 എനിക്കിഷ്ടപ്പെട്ട കോഴ്സോ എനിക്കിഷ്ടപ്പെട്ട സ്കൂളിലോ സീറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ സപ്ലിമെൻ്ററിക്ക് വെയിറ്റ് ചെയ്യാണ്. അതിൽ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞ ജൂൺ 24 തുടങ്ങി, കുട്ടികൾ പോയി ഒരാഴ്ച കഴിഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് തുടങ്ങി. എനിക്കിപ്പോൾ സപ്ലിമെൻ്ററി സീറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ 2 ആഴ്ച ഒരു മാസത്തിൻ്റെ ക്ലാസ് എന്തായാലും മിസ്സാവും. അതെ. അപ്പോൾ ഒരു മാസത്തിൻ്റെ ക്ലാസ് എനിക്ക് ബാക്കപ്പ് ചെയ്ത് കിട്ടാവും ഒന്നും അറിയില്ല എനിക്ക്. അതായത് ലേറ്റ് ആയിട്ടാണ് സപ്ലിമെൻ്ററി നടക്കുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററിയിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത്രയും ഏകദേശം ഒരു 3-4 ആഴ്ചകൾ എന്തായാലും ഗ്യാപ്പ് ഉണ്ടാവും. അത്രയും ദിവസങ്ങളിൽ സ്കൂളുകളിൽ എടുത്ത ചാപ്റ്റേഴ്സുകൾ അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ ഇവന് കിട്ടുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ അതൊരു റിവിഷൻ മോഡൽ ആയിരിക്കുമോ? അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഏതായാലും ട്യൂഷനിൽ പോയിട്ടുണ്ടാവുമല്ലോ, അവിടെ നിന്ന് പഠിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ നേരത്തെ പഠിച്ചതായിരിക്കുമല്ലോ. ഇത്തരം ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഷഹീദിൻ്റെ എന്താ ആഗ്രഹം? 10ാം ക്ലാസ് കഴിഞ്ഞ് ഫുൾ A+ ഏതായാലും ലഭിച്ചു. എന്തായിരുന്നു ആഗ്രഹം? +1 +2 സയൻസ് എടുത്ത് ബയോളജി സയൻസ് എടുത്ത് നീറ്റ് ക്രാക്ക് ചെയ്ത് MBBS ആയിരുന്നു ആഗ്രഹം. അതെ, നീറ്റ് ക്രാക്ക് ചെയ്ത് ഡോക്ടർ ഷഹീദ് MBBS ആയി മാറുക എന്നുള്ളതാണ് ഷഹീദിൻ്റെ ആഗ്രഹം. പക്ഷേ അതിന് ബയോളജി സയൻസ് കിട്ടണ്ടേ? കിട്ടിയിട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയാലല്ലേ ഇഷ്ടപ്പെട്ടൊരു ആഗ്രഹത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും സപ്ലിമെൻ്ററിയിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ചെറിയൊരു പ്രതീക്ഷ ഒക്കെ പോട്ടെ, സപ്ലിമെൻ്ററിയിൽ ആ സ്കൂളിൽ സീറ്റ് വാക്കൻസി ഉണ്ടാവുമോ? പറയാൻ പറ്റില്ല. ഇനി വാക്കൻസി ഇല്ലെങ്കിൽ കിട്ടുന്ന സ്കൂളിൽ കൊടുക്കേണ്ടി. കാരണം വാക്കൻസി ഇല്ലെങ്കിൽ ആ സ്കൂളിൽ സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ ഷഹീദിന് പോകാനുള്ള താല്പര്യമുള്ള സ്കൂൾ A എന്ന സ്കൂളാണ്. ആ A എന്ന് പറയുന്ന സ്കൂളിൽ ബയോ സയൻസിന് സീറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവന് സപ്ലിമെൻ്ററിയിൽ ആ സ്കൂളിൽ, അതായത് ഇവന് ഇഷ്ടപ്പെടുന്ന സ്കൂളിലെ ഇഷ്ടപ്പെടുന്ന കോഴ്സിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത സ്കൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇഷ്ടപ്പെടാത്തൊരു സ്കൂൾ ലഭിച്ചു എന്ന് കൂട്ടിക്കോ, ബയോളജി സയൻസ് കിട്ടി, 2 വർഷം അവിടെ പഠിക്കാൻ റെഡിയാണോ? വലിയ താല്പര്യമില്ല, എന്നാലും ശ്രമിക്കാം. ഓക്കെ, എന്തായാലും ശരി. ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയിട്ടും ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സോ ലഭിക്കാതെ സപ്ലിമെൻ്ററിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ ഈ സപ്ലിമെൻ്ററിക്ക് ശേഷം, ഫോർ എക്സാമ്പിൾ സപ്ലിമെൻ്ററിയിൽ ഷഹീദിന് ഇഷ്ടപ്പെടാത്തൊരു സ്കൂളിലെ ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിച്ചു, പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലൂടെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പ്രതീക്ഷയില്ല. എന്തുകൊണ്ടാണ്? കാരണം ട്രാൻസ്ഫർ കിട്ടുന്നൊരു പ്രതീക്ഷയില്ല. കാരണം
സപ്ലിമെന്ററി തന്നെ അവിടെ സീറ്റ് ഫുൾ ആണെങ്കിൽ എല്ലാവരും അവിടെ ആ ഒരു സ്കൂളിന് വേണ്ടി മത്സരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതെ അതെ അതെ. അപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടാൻ വളരെ പ്രയാസമാണ്. തീർച്ചയായിട്ടും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് 100% മാത്രം പ്രതീക്ഷ വെച്ചാൽ മതി. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും എന്ത് തന്നെ HSCAP വെബ്സൈറ്റിലൂടെ കാനഡ ലോഗിനിലൂടെ നിങ്ങളുടെ WGPA നോക്കി തന്നെയാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനും സീറ്റ് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരുപാട് രക്ഷിതാക്കളുണ്ട് വേദനകൾ അടക്കി പിടിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും ഫുൾ A+ നേടിയ കുട്ടിക്ക് ലഭിക്കാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി ആത്മഹത്യകളിലേക്കൊക്കെ പോയേക്കാം. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. എന്തുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് ശ്രമിക്കാത്തത്? ബുദ്ധിയുണ്ട്. തീർച്ചയായിട്ടും പഠിച്ച് മാർക്ക് നേടി തൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ഇത്തരം ഒരുപാട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് +1 അലോട്ട്മെൻറ്റ് സിസ്റ്റമാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലവിലുള്ള ഒരു എവിഡൻറ്റ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഷഹീദിനോട്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് നേടി അല്ലെങ്കിൽ അർഹതപ്പെട്ട മാർക്ക് നേടി അർഹതപ്പെട്ട സീറ്റ് ലഭിച്ച കുട്ടികളുണ്ടാകും, സീറ്റ് ലഭിക്കാത്ത താങ്കളെപ്പോലുള്ള കുട്ടികളും ഉണ്ടാകും. ഈ 2 പേരോടും എന്താണ് ഷഹീദിന് ഒന്ന് അഡ്വൈസ് ചെയ്ത് പറയാനുള്ളത്? സീറ്റ് ലഭിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളവിടെ തൃപ്തരാണെങ്കിൽ അവിടെ തന്നെ തുടരുക. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കാം, കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്നാലും കൊടുത്ത് നോക്കാം. കിട്ടില്ല, നെക്സ്റ്റ്. ഇതുവരെ സീറ്റ് കിട്ടാത്തവരോട് പ്രതീക്ഷയോടെ ഇരിക്കുക. സപ്ലിമെൻ്ററി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയില്ലാത്ത ഒരാളാണ് നിങ്ങളോട് പ്രതീക്ഷിക്കാൻ പറയുന്നത്. അതെ അതെ.